നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടും. തീരുമാനമെടുക്കാൻ 4-അംഗ മന്ത്രിസഭാ ഉപസമിതി. റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 100 ദിന കർമ്മ പരിപാടി ജൂലൈ 1 മുതൽ നടപ്പാക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് മരണം 5 ഇന്ന് മരിച്ചത് കരിമ്പുഴ സ്വദേശി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ. ഒരാഴ്ചക്കിടെ 3ാമത്തെ മരണം. പകർച്ചവ്യാധി വ്യാപനത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഉച്ചകഴിഞ്ഞ്. മാസപ്പടിക്കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ കൊച്ചി ED ഓഫീസിൽ ഹാജരായി. CMRലുമായുള്ള സാമ്പത്തിക ഇടപാടിൽ ED ചോദ്യം ചെയ്യുന്നു. കൊച്ചി ED ഓഫീസ് കനത്ത സുരക്ഷയിൽ. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യക്ക് മേൽ US ഏർപ്പെടുത്തിയ താരിഫ് ഉൾപ്പെടെ ചർച്ചയാവും. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിലെ ആശങ്ക ട്രംപിനെ അറിയിക്കും. G7 നേതാക്കളുമായും രാജ്യാന്തര സംഘടനകളുമായും മോദി കൂടിക്കാഴ്ച നടത്തും. തൃണമൂൽ കോൺഗ്രസിന് പിറകെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പ്രതിസന്ധി. ഉദ്ധവ് പക്ഷത്തുള്ള 6 MPമാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDAയുടെ ഭാഗമാവും. മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കം ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ. MPമാരെ പണം നൽകി സ്വാധീനിച്ചെന്ന് MP സഞ്ജയ് റാവത്ത്. ലോകകപ്പിൽ ഫുട്ബോളിൽ ചാമ്പ്യന്മാരുടെ കുതിപ്പ്. അർജന്റീനയ്ക്ക് ജയത്തുടക്കം. അൾജീരിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. മെസ്സിക്ക് ഹാട്രിക്. പോർച്ചുഗൽ കോങ്കോ മത്സരം രാത്രി 10:30 മുതൽ. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട്. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കരിക്കുലം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിനാണ്. സ്കൂൾ സെലക്ഷൻ സംസ്ഥാനം തന്നെ തീരുമാനിക്കും. ഈ 2 കാര്യങ്ങളും നേരത്തെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകണം എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. VCമാർ സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം പോരെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിയല്ല എന്ന് VD സതീശൻ. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പോയിരുന്നു. അന്ന് ഒരക്ഷരം പോലും പറയാത്ത ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. VCമാർ പങ്കെടുത്തത് തെറ്റില്ല എന്നായിരുന്നു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്നും VD സതീശൻ ആരോപിച്ചു. പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളത് കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, സുപ്രധാനമായ പല ചർച്ചകളും നടന്ന ഇന്നത്തെ ക്യാബിനറ്റിന്റെ ഒരു തീരുമാനം അത് ഏതൊക്കെ വിധത്തിലാണ്?
അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് PMC പദ്ധതി തുടരാൻ തന്നെ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ ഇടത് സർക്കാർ കൊണ്ടുവന്ന PMC പദ്ധതി ആ കരാറിൽ ഒപ്പിട്ടത് വലിയ രീതിയിൽ വിമർശിച്ചതാണ് UDF എന്ന പ്രതിപക്ഷത്തായിരുന്ന UDF. പക്ഷേ അവർ അധികാരത്തിൽ വന്നപ്പോൾ ആ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കാരണം കഴിഞ്ഞ സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കരാറിൽ ഒപ്പിട്ട് പണവും വാങ്ങിയതാണ്. SSK ഫണ്ട് PMCയിൽ ഒപ്പിട്ടു എന്ന കാരണത്താൽ SSK ഫണ്ട് തടഞ്ഞു വെച്ച SSK ഫണ്ട് റിലീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 99 കോടി രൂപയോളമാണ് കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയത്. അപ്പോൾ PMCയിൽ ഒപ്പിട്ട് പണം വാങ്ങിയതിനു ശേഷം ഇനി ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ പുതിയ സർക്കാരിന് കഴിയുകയില്ല. നിയമപരമായി അത് ഒപ്പിട്ട് അത് PMCയുടെ ഭാഗമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ PMCയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ചില ഇളവുകൾ സർക്കാർ കേന്ദ്രത്തോട് തേടുകയാണ്. അതായത് PMC പദ്ധതിയിൽ ഒപ്പിട്ട് അതിന്റെ ഭാഗമായാലും സംസ്ഥാനത്തിന്റെ അവകാശം, വിവേചന അവകാശവും സ്വാതന്ത്ര്യം, കരിക്കുലം തീരുമാനിക്കുന്നു, സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നു, ഈ കേരളത്തിന്റെ സിലബസ് SCERT സിലബസ് തന്നെ പിന്തുടരും. ഈ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ അവകാശമാണ്. ആ അവകാശത്തിന്മേൽ കടന്നു കയറാൻ അനുവദിക്കുകയില്ല. ആ അവകാശം അതേപടി നിലനിർത്തിക്കൊണ്ട് PMC പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇത് സംസ്ഥാനത്തിന്റെ നിലപാട്, വ്യവസ്ഥയിൽ ഇളവ് നേടിയുള്ള സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കണം. അപ്പോൾ ഈ പദ്ധതിയുമായി കൂടുതൽ പഠിക്കാനായി 4 അംഗ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതിൽ ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ, ഒപ്പം മറ്റു മന്ത്രിമാരായ M ലിജു, PC വിശ്വനാഥ്, റോജി M ജോൺ, ഈ 4 മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതി. ഇവർ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വ്യവസ്ഥകളിൽ ഇളവുകൾ തേടുന്നു. അതാണ് പ്രധാനമായും. കാരണം ഈ PMC പദ്ധതിയെ എല്ലാ കാലവും എതിർത്തതിനുള്ള പ്രധാന കാരണം കേന്ദ്രത്തിന്റെ വർഗീയ അജണ്ട സംസ്ഥാനത്ത് നടപ്പാക്കുന്നു. PMC പദ്ധതി നടപ്പാക്കുന്നതോടെ കേന്ദ്രത്തിന്റെ സിലബസ്, കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ കരിക്കുലം നിശ്ചയിക്കാൻ സ്കൂളുകൾ നിശ്ചയിക്കാനോ കഴിയാതെ വരുന്നു. ആ വ്യവസ്ഥയിൽ ഇളവ് തേടിയാണ് സംസ്ഥാന കേന്ദ്രത്തെ സമീപിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം PMC പദ്ധതി കേരളം കഴിഞ്ഞ തവണ പിണറായി സർക്കാർ ഒപ്പിടുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് പോലും കേരളത്തിൻ്റെതായി പോയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ സമയത്ത് തന്നെ മുൻ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ അത് മുഴുവൻ പച്ചക്കള്ളമാണ്, 2 തവണ കത്തയച്ചു എന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് മുഖ്യമന്ത്രിയോട് വിളിക്കാൻ തയ്യാറാണ് എന്ന് V ശിവൻകുട്ടി പറഞ്ഞു. 2 തവണ ഇതിന് കേരളത്തിന്റെ കരിക്കുലം തീരുമാനിക്കാൻ അവകാശവും ഒക്കെ ഉൾപ്പെടുത്തി കേരളത്തിന്റെ അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് 2 തവണ കത്ത് പോയിട്ടുണ്ട് എന്ന് V ശിവൻകുട്ടി പറയുന്നു. എന്തായാലും ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ. ശരി, അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അൽഫ്രഡ് ഡിസൂസ. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി EDക്ക് മുന്നിൽ ഹാജരായി. കൊച്ചി ED ഓഫീസിൽ രാവിലെ 10:30യോടെയാണ് വീണ ഹാജരായത്. ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED ചോദിച്ചറിയും. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, 10:30 എത്തിയതാണ് വീണ വിജയൻ ED ഓഫീസിൽ. ചോദ്യം ചെയ്യൽ തുടരുകയല്ലേ ഇപ്പോഴും? തീർച്ചയായും രാവിലെ 10:30യോടുകൂടിയാണ് വീണ വിജയൻ ED ഓഫീസിലേക്ക് എത്തിയത്. മുഹമ്മദ് റിയാസും വീണയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വാഹനത്തിൽ നിന്ന് വീണ ഓഫീസിലേക്ക് കിടക്കുകയും മുഹമ്മദ് റിയാസ് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിന് നടപടിക്രമം, അതായത് ചോദ്യം ചെയ്യലിന് മുമ്പേ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 11 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ. സാധാരണഗതിയിൽ ഇതിനു മുമ്പ് വന്ന KMRന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ശരൺകർത്ത അടക്കമുള്ള ആളുകളും വൈകുന്നേരമാണ് തിരിച്ചു പോയത്, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യൽ നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയുടെ കാര്യത്തിൽ, അതായത് മറ്റുള്ളവരെ ചോദ്യം ചെയ്തതുപോലെയല്ല, വീണയുടെ കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായ ധാരണയിലും കാര്യങ്ങളും ഒക്കെ തന്നെ EDക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂടുതൽ സമയമെടുത്തായിരിക്കും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 2,78,00,000 രൂപയാണ് എക്സാലോജിക്കും CMRലുമായ കരാറുണ്ടായിരുന്നത്. ആ സാമ്പത്തിക ഇടപാട് ഏത് തരത്തിലായിരുന്നു, അതായത് ചെയ്യാത്ത സേവനത്തിൽ അത്തരത്തിലൊരു സേവനം എക്സാലോജിക്ക് CMR നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയപ്പെടുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഏത് തരത്തിലാണ് പണം ലഭിച്ചത്, ഏതൊക്കെ തരത്തിൽ ആ പണം ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ കൃത്യമായ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വേണ്ടത്. ഒപ്പം തന്നെ SFIO പിടിച്ചെടുത്ത രേഖകളുണ്ട്. ആ രേഖകളെല്ലാം തന്നെ ED അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തേടിയിരുന്നു. ആ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ED ഓഫീസിൽ പുരോഗമിക്കുന്നതുമായ. ശരി, പ്രശാന്താണ് ED ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ വിജയനെ ED ചോദ്യം ചെയ്യുകയാണ്.
പിണവിജിനെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കാനല്ല താൻ നിയമ പോരാട്ടം തുടങ്ങിയത് എന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. SFIയുടെ പക്കലുള്ള രേഖകൾ ഇതുവരെ ഇഡിക്ക് ലഭിച്ചിട്ടില്ല. പിണറായിയാണ് കേസിൽ യഥാർത്ഥ പ്രതി. CMRൽ നിന്നും 10 ലക്ഷത്തിന് മുകളിൽ വാങ്ങിയവരെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരണം. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. എക്സാലോജിക്കിന് ലഭിച്ച പണം വിദേശ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് തന്റെ പരാതിയിലും അന്വേഷണം വേണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതിനെ തുടക്കമായി മാത്രം കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഞാൻ തുടങ്ങി വെച്ച നിയമ പോരാട്ടം ഇതിൽ പ്രതി പിണറായിയാണെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവിടേക്ക് എത്തുന്നിടം വരെ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇത് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടാണെന്ന് ഷാഫി പറമ്പിൽ MP. CPM വർഗീയ പോയ്സനാവാൻ പാടില്ലായിരുന്നുവെന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കാഫിർ കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് അന്വേഷണ സംഘം ഇന്ന് ആവശ്യപ്പെടും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ജനങ്ങൾ കള്ളത്തെ തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയതാണ്. ജനങ്ങൾക്ക് നന്ദി. പേരാമ്പ്രയിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. എനിക്ക് ആദ്യം അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോൾ വർഷം 2 കഴിഞ്ഞു. 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു. പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു. ഇടയ്ക്ക് കോടതി പോലീസിൻ്റെ ചെവി പിടിക്കേണ്ടി വന്നു. പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത, അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ജിതിൻ ഭാസ്കറിനെ ഇന്നലെ റിമാൻഡ് ചെയ്തു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജിതിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അന്വേഷണ സംഘം ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി ഇന്ന് അപേക്ഷ നൽകും. ജിതിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. അതേസമയം വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളിലും വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലും പ്രതികരണവുമായി DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്. വ്യാജ നിർമ്മിതികളുടെ ആവശ്യം തങ്ങൾക്കില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണത്തിൽ രാഷ്ട്രീയ താൽപര്യമുണ്ട്. SIT UDF-ന് വേണ്ടിയുള്ള സംവിധാനമായി മാറരുതെന്നും വസീഫ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ത്തോളം ഞങ്ങൾക്കൊരു വ്യാജ നിർമ്മിതിയുടെയും ആവശ്യമില്ല. അതിന് ഞങ്ങൾ പിന്തുണക്കില്ല. ഒരു തർക്കവുമില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആരും നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. തന്നെ തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. വിമർശനങ്ങൾ പുത്തരിയല്ല. SNDPക്കെതിരായ വാളോങ്ങലിൽ മൗനം പാലിക്കാനാവില്ല. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് താൻ ചെയ്ത തെറ്റ്. ഉമ്മാക്കികൾക്ക് മുന്നിൽ ഭയന്നോടില്ല. മുന്നണികൾ മുസ്ലിം ലീഗ് എന്ന വർഗീയ സംഘടനയെ താലോലിക്കുന്നു. ചില മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നും ജയം. മെസ്സിയുടെ ഹാട്രിക്കിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജയം. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക്കാണ് ഇത്. കാൻസസ് സിറ്റി സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി ഇത്തവണ തുടക്കം ഹാട്രിക്കോടെ. അർജന്റീനയുടെ ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പിന്നാലെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന 2ാമത്തെ അർജന്റീനൻ താരമായി പ്രിയപ്പെട്ടവരുടെ മിശിഹ. കരിയറിലെ ആദ്യ ഹാട്രിക്, അതും 200-ാം മത്സരത്തിൽ. ലോകകപ്പിൽ അടിച്ചു ചേർത്ത ഗോളുകളുടെ എണ്ണം 16 അങ്ങനെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം. അർജന്റീന ജേഴ്സിയിലെ 120-ാം ഗോൾ. അൾജീരിയക്കെതിരായ മത്സരത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ അടിച്ചു. പക്ഷേ ഓഫ്സൈഡ്. പിന്നെ 17-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോളിന്റെ മനോഹരമായ അസിസ്റ്റിൽ മെസ്സിയുടെ കാലുകളിലേക്ക് എത്തിയ പന്ത് അൾജീരിയൻ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചു കയറ്റി ഗോൾ വേട്ടയ്ക്ക് തുടക്കം. അൾജീരിയൻ കീപ്പർ ലൂക്കാസിദാൻ തട്ടിയകറ്റിയ മാക്കാലിസ്റ്ററിന്റെ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റീബൗണ്ട് ചെയ്തെത്തിയ പന്ത് വലയിലെത്തിച്ച് 60-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി മാജിക്.
പകരക്കാരനായി വന്ന നിക്കോ ഗോൺസാലസിന്റെ പാസിൽ നിന്ന് പോസ്റ്റിന്റെ കോർണറിലേക്ക് ഷോട്ടടിച്ച് 76-ാം മിനിറ്റിൽ ഹാട്രിക് തികച്ചു. ഹാട്രിക് മാത്രമല്ല, ഒരുപിടി റെക്കോർഡുകളോടുകൂടി കളം വിട്ട താരത്തിനായി കൈയടിക്കുകയായിരുന്നു സ്റ്റേഡിയം. ഒപ്പം ആദ്യ കളിയിലെ സ്വപ്നതുല്യമായ തുടക്കം ഇനിയും ആവർത്തിക്കണേ എന്ന പ്രാർത്ഥനയും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മലബാറുകാർക്ക് ഫുട്ബോൾ ആവേശം മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. പലയിടത്തും വലിയ LED വാളുകളിൽ ലോകകപ്പ് കാണാൻ അവസരം ഒരുക്കുന്നുണ്ട്. കോഴിക്കോട് പുതിയ പാലത്ത് ഒരുക്കിയ LED സ്ക്രീനിൽ അർജന്റീന അൾജീരിയ മത്സരം കാണാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. കാണികളുടെ ആവേശത്തിലേക്ക്. ഇങ്ങ് മലബാറിൽ വലിയൊരു ആവേശം തന്നെയാണ്. അർജന്റീനയുടെ ആദ്യ മത്സരമായിരുന്നു ഇന്ന്. അർജന്റീന 3 ഗോളുകൾ നേടി ഏകപക്ഷീയമായി വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അർജന്റീനയുടെ കൊടികളായ അടക്കം ഉയർത്തിയാണ് ഈ ഫുട്ബോൾ ആരാധകർ അർജന്റീനയുടെ വിജയം ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് അർജന്റീനയുടെ വിജയത്തെ നോക്കിക്കാണുന്നത്? ഒന്നും പറയല്ല. നമ്മളെ മെസ്സി ഹാട്രിക് അടിച്ചു. ഹിസ്റ്ററിയിലെ കംപ്ലീറ്റ് പ്ലെയർ ഫസ്റ്റ് ഹാട്രിക് അടിച്ച് ഇനി എന്താ നേടാനുള്ളത്? കഴിഞ്ഞ് ആ ഗോൾ അടിച്ചതിന് ശേഷം ഒരു കരച്ചിലുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഫുട്ബോൾ പൂർണ്ണമായി. ഇനിയില്ല, ഇതിന് മേലെ വെക്കാൻ ഒരു പ്ലെയർ ഇല്ല. കാരണം ലാസ്റ്റ് വേണ്ടത് ഹാട്രിക് നമ്മൾ അടിച്ചു. സന്തോഷം. അതാണ്, എല്ലാവരും ഭയങ്കര ആവേശത്തിൽ തന്നെയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഈ പുതിയാപ്പയിലെ LED വാളിൽ ഫുട്ബോൾ കാണുവാനായി എത്തിയത്. എങ്ങനെയാണ് ഈ വിജയത്തെ നോക്കി? ഇത് നമ്മൾ പ്രതീക്ഷിച്ച 100% നമ്മൾ ഹാട്രിക് വേൾഡ് കപ്പിൽ അത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി ഒട്ടാകണ്ടേ മെസ്സിന്റെ ഹാട്രിക്, അതും കൂടി ഇതുപോലെ പൂർത്തിയായി. മെസ്സി നമുക്ക് ഒന്നും തരാനില്ല. ആ ഒരു വ്യക്തി അർജന്റീനയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്തൊക്കെ നടക്കം തന്നു. ഇന്നത്തെ ഹാട്രികൾ കൂടി കളി പൂർത്തിയായി. ആ മെസ്സിയുടെ കാര്യം പൂർത്തിയായി. അടിപൊളി മാച്ച്. ഈ പ്രാവശ്യം കപ്പ് കൊണ്ടു. അത് തന്നെയാണ്, നൂറുകണക്കിന് ആളുകളാണ് ഈ സജ്ജീകരിച്ച ഈ LED വാളിൽ ഈ മെസ്സിയുടെ കളി കാണാൻ അല്ലെങ്കിൽ അർജന്റീനയുടെ കളി കാണാനായി എത്തിയത്. ആളുകളുടെ ആവേശം, ഓരോ നിമിഷവും ഓരോ ഗോളും അടിക്കുമ്പോൾ ആളുകളുടെ ആവേശം അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരുടെ ആവേശം കാണേണ്ടത് തന്നെയായിരുന്നു. അർജന്റീനയുടെ കൊടികളടക്കം ഉയർത്തിക്കൊണ്ടാണ് ഈ ആരാധകർ ഈ ആവേശത്തിനിളക്കം സൃഷ്ടിച്ചത്. കോഴിക്കോട് നിന്ന് സജീത്തനയിലൊപ്പം അമൃത ന്യൂസ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് 3ാമത്തെ മരണമാണ് ഇത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62കാരി മരിച്ചിരുന്നു. ജൂൺ 13-നാണ് പട്ടാമ്പി സ്വദേശിനിയായ 73കാരി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ജില്ലയിൽ നിലവിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ മാസം ചികിത്സ തേടിയത് 543 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മണ്ണാർക്കാട് മേഖലയിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഉച്ചകഴിഞ്ഞാണ് യോഗം. ജില്ലാ കളക്ടർമാരും മെഡിക്കൽ ഓഫീസർമാരും പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗത്തിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനവും നിയന്ത്രണ നടപടികളും ചർച്ച ചെയ്യും. രോഗ നിയന്ത്രണത്തിനും പ്രതിരോധത്തിനും ജില്ലാതലത്തിൽ കൈക്കൊണ്ട് നടപടികളെക്കുറിച്ചും യോഗം അവലോകനം ചെയ്യും. തൃണമൂൽ കോൺഗ്രസിന് പിറകെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പ്രതിസന്ധി. ഉദ്ധവ് പക്ഷത്തുള്ള 6 MP-മാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDAയുടെ ഭാഗമാവും. മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ ഈ നീക്കം. MP-മാരെ പണം നൽകി സ്വാധീനിച്ചതാണെന്ന് MP സഞ്ജയ് റാവത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ശിവസേന വീണ്ടും പിളർത്തിക്കൊണ്ടാണ് MP-മാരുടെ നീക്കം. ഉദ്ധവ് പക്ഷത്തുള്ള 6-ൽ കൂടുതൽ MP-മാർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേരും. ഡൽഹിയിലെത്തിയ MP-മാർ ഉടനെ സ്പീക്കറെ കണ്ട് കത്ത് നൽകാനാണ് തീരുമാനം. ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ശിവസേന ഉദ്ധവ് പക്ഷ MP-മാരുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജിവെച്ചു പോകാമെന്ന് ഉദ്ധവ് വിഭാഗത്തിലെ മുതിർന്ന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു.
എംപിമാരെ BJPയും ഏക്നാഥ് ഷിൻഡെയും പണം നൽകി സ്വാധീനിച്ചതാണെന്നും എംപിമാർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കിയെന്നും സഞ്ജയ് റൌത്ത് ആരോപിച്ചു. पैसा पहुंच गया ऐसा मुझे इन्फॉर्मेशन है और बाद में चार्टर फ्लाइट में बैठे. पहले पैसा हाथ में दे दो, वो पैसा लिया है लोगों ने, और बाद में चार्टर फ्लाइट दिया. नांदेड़ से, पुणे से, 3 जगह से चार्टर फ्लाइट छोड़े. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ആകെ 9 ലോക്സഭാ എംപിമാരാണുള്ളത്. ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കത്തിലൂടെ 3/2 ഭൂരിപക്ഷം എംപിമാരും മാറുന്നതോടെ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ല. തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർക്കൊപ്പം ഉദ്ധവ് വിഭാഗം എംപിമാർ കൂടി എത്തുന്നതോടെ പാർലമെന്റിൽ BJP നേതൃത്വം നൽകുന്ന NDA കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് രാജസ്ഥാനിൽ യുവാവ് അറസ്റ്റിൽ. അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ സേനാ വിന്യാസം സംബന്ധിച്ച തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാക് ഏജൻസികൾക്ക് നൽകിയെന്ന കേസിലാണ് ഈ നടപടി. ജയ്സാൽമീർ സ്വദേശിയായ 26-കാരൻ മുഷ്താഖ് അലിയാണ് പിടിയിലായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഇയാൾ പാക് ഏജന്റുകളുമായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ ഫ്രാൻസിലെ റിസോർട്ട് നഗരമായ ഏവിയാൻ ലെ ബെയിൻസിൽ എത്തി. ജനീവയിൽ നിന്നാണ് മോദി ഫ്രഞ്ച് നഗരത്തിൽ എത്തിയത്. G7 വേദിയിൽ മോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗഹൃദം പങ്കുവച്ചു. 16 മാസങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും മുഖാമുഖം കാണുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. ട്രംപുമായി മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറും ചർച്ചയാവും. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഇടം പിടിക്കും. പ്രതിരോധം, ഇന്തോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിലുണ്ട്. സതീശൻ സർക്കാർ അവതരിപ്പിക്കുന്ന കന്നി ബജറ്റിൽ ഏറെ ആകാംക്ഷയുള്ളത് കിഫ്ബിയുടെ ഭാവിയെക്കുറിച്ചാണ്. കിഫ്ബിയിൽ നിയമ ഭേദഗതി കൊണ്ടുവരും. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കി ഖജനാവിലേക്ക് മാറ്റും. കിഫ്ബിയുടെ പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ എടുക്കുന്നതും നിർത്തലാക്കും. അതേസമയം കോടികളുടെ കിഫ്ബി ബാധ്യത ബജറ്റിനുള്ളിൽ എങ്ങനെ വകയിരുത്തും എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.